രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ, പക്ഷെ ചില കാര്യങ്ങൾ സത്യമായിട്ട് പറയാൻ പറ്റുകയാണെങ്കിൽ അത് ജനങ്ങൾ അംഗീകരിക്കും. വി.ഡി. സതീശൻ ഈ പറഞ്ഞ അഭിപ്രായത്തോട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അടിപൊളി. പിന്നെ പറയുന്നത് അയാൾ ലഹരി മരുന്ന് ഉപയോഗിച്ചതിന് കേസിൽ അറസ്റ്റ് ചെയ്ത ആളാണ്. അതുകൊണ്ട് ഇനി അയാളുടെ പരിപാടി നടത്തുന്നത് എനിക്ക് അതിനോട് യോജിപ്പില്ല. അയാൾ എന്താ പറഞ്ഞത്, എനിക്ക് തെറ്റുപറ്റി, ഞാൻ ഇനി അത് ആവർത്തിക്കില്ല, എനിക്ക് പറ്റിയ തെറ്റിനി കുഞ്ഞുങ്ങൾക്ക് ആർക്കും സംഭവിക്കരുത് എന്ന് ആ മനുഷ്യൻ തുറന്നു പറഞ്ഞ ചെറുപ്പക്കാരൻ തുറന്നു പറഞ്ഞു. ഞാൻ പറയുന്നത് അദ്ദേഹത്തെ തന്നെ ലഹരി മരുന്നിനെതിരായിട്ടുള്ള ക്യാമ്പയിന് വേണ്ടി കൂടുതൽ ഉപയോഗിക്കണമെന്നാണ്. എനിക്ക് തെറ്റുപറ്റി, എനിക്ക് പറ്റിയ തെറ്റ് നിങ്ങൾക്ക് ആർക്കും പറ്റരുത് എന്ന് പറയണം. അതല്ലേ ക്യാമ്പയിന്റെ ഭാഗം. അല്ലാതെ അയാളെ ഇനി ജീവിതകാലം മുഴുവൻ അയാൾ ലഹരി മരുന്ന് ഉപയോഗിച്ച് അയാൾ നശിച്ചു പോട്ടെ എന്ന് നമ്മൾ വിചാരിക്കുകയാണ് ചെയ്യേണ്ടത്. കുറച്ചുകൂടി പോസിറ്റീവ് ആയിട്ടാണ് ബി.ജെ.പിയുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അവര് ഇപ്പോഴും സവർണ മേധാവിത്വമാണ് അവരുടെ ഉള്ളിലുള്ളത്. അദ്ദേഹം ഒരു പിന്നോക്ക ജാതിയിൽപ്പെട്ട ഒരാളായതുകൊണ്ടുള്ള അയാളോടുള്ളൊരു വിദ്വേഷമാണ് മനസ്സിൽ. നമുക്ക് അങ്ങനെയല്ല. നമുക്ക് ആ ചെറുപ്പക്കാരൻ നല്ല പാട്ടുകാരനായ ആള് ജനങ്ങളെ കയ്യിലെടുക്കുന്ന അയാള് ഇതിലകത്ത് പെട്ടുപോയപ്പോ നമുക്ക് വിഷമമുണ്ട്. അയാളെ ഒന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ കേസ് നിയമപരമായി നടക്കട്ടെ. എന്നും അയാളെ വേട്ടയാടാൻ പാടില്ല.